ഗായ്സ് അങ്ങനെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം സ്വന്തം കാണികളുടെ മുന്നിൽ ഇറങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ഈ സീസണിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ ഹോം മത്സരം മുംബൈ സിറ്റി FC-ക്കെതിരെ 1-0 എന്നുള്ളൊരു മാർജിനിൽ പരാജയം ഏറ്റുവാങ്ങുമ്പോൾ ഈ ഒരു സീസണിൽ ഇനിയും പ്രതീക്ഷകൾക്ക് സ്ഥാനമുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് കിരീടം സ്വന്തമാക്കുമെന്ന് ഏതെങ്കിലും ഒരു ആരാധകൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അത് വേണ്ട എന്നുള്ളത് പരിശീലകൻ ഡേവിഡ് കട്ടാള തന്നെ പറയുകയാണ്. മത്സരശേഷം ഡേവിഡ് കട്ടാളയോട് ഒരു മാധ്യമപ്രവർത്തകൻ കിരീടം നേടുന്നതിനെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് ഓവർ റിയാലിറ്റി ആണ്. ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് കിരീടം നേടാൻ പോകുന്നില്ല. നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ ടീമിന്റെ പെർഫോമൻസ് ബെറ്റർ ആക്കാമെന്നുള്ളതാണ്. ഇത് അദ്ദേഹം പറയുന്നതിന് മുന്നേ കുറച്ചെങ്കിലും ഈ ടീമിനെ മനസ്സിലാക്കിയ ഏതൊരു ആരാധകനും ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും ഈ ഒരു ആവറേജ് ടീമിനെ കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു മെഡിക്യൂർ കോച്ചിനെ കൊണ്ട് ബ്ലാസ്റ്റേഴ്സിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളത്. ഇത് പല ആരാധകനും അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു റിയാലിറ്റിയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ റിലെഗേഷനിൽ പെട്ടുപോകാതെ ഒരു ആവറേജ് പൊസിഷനിൽ ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് ഫിനിഷ് ചെയ്യാനാണ് നോക്കുന്നത്. ഭൂരിഭാഗം ആരാധകർ ഇപ്പോഴും ഈ ഒരു സീസണിൽ ഹോപ്പ് വെച്ചിട്ടുണ്ട്. അത് വേണ്ട എന്നുള്ളതാണ് പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം നമ്മുടെ ടീമിൻ്റെ അവസ്ഥ അതാണ്. എന്ത് തന്നെയാലും പരിശീലകൻ ഡേവിഡ് കട്ടാള പോലും ഓപ്പണായിട്ട് ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ് ഇത്തവണ നമ്മൾ കപ്പടിക്കില്ല എന്നുള്ളത്. അതിനുവേണ്ടിയല്ല ഇത്തവണ ശ്രമിക്കുന്നതെന്നും. എനിവേ ഗൈസ്, അതാണ് അപ്ഡേറ്റ്. അപ്പോൾ വീഡിയോ അവസാനിക്കുന്ന അടുത്ത അപ്ഡേറ്റ് ആണ്. എനിക്ക് മുമ്പായി